ശ്രീത്ത്, ഈ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള പ്രവേശനം അതിപ്പോൾ ഏറെ ചർച്ച ചെയ്യുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനെ അനുകൂലിച്ചുകൊണ്ട് പാക് മുൻ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ പാർലമെന്റ് അംഗങ്ങളോട് പറയുന്നുണ്ട് അത് കണ്ടുപഠിക്കൂ എന്ന്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഒരു ഇഷ്ടക്കാരിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്ക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യദ്രോഹ കുറ്റത്തിലേക്കാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മാറുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത്തരത്തിലാണ്. അതിനു മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പരാമർശിക്കാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി ആയിരുന്നു ACCയുടെ പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹം അവിടെ നെഹ്റു കുടുംബമുണ്ടല്ലോ, നെഹ്റു കുടുംബത്തിലെ യുവ തലമുറയിൽപ്പെട്ട ഒരു യുവരാജകുമാരനെ കോൺഗ്രസ് പ്രതിഷ്ഠിക്കുന്നു. നരേന്ദ്രമോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വിജയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു 2014 രാഹുൽ ഗാന്ധിയെ ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും പിന്നീട് 2019-ലും 2024-ലും എല്ലാം തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുലിന് പകരമായി പ്രിയങ്കയെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചുകൂടെ എന്ന രീതിയിലുള്ള ചർച്ച ഉയർന്നു വരികയും അതിന്റെ പശ്ചാത്തലത്തിലാണ് പതുക്കെയാണ് ആ രീതിയിലേക്ക് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. ആദ്യം ACCയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു, ഉത്തർപ്രദേശിൽ ചുമതല കൊടുക്കുന്നു, അവിടെ നിരന്തരം പല പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ ഉയർന്നു വന്നതാണ് പ്രിയങ്ക ഗാന്ധി. അപ്പോഴേക്കും പലരും പറഞ്ഞിരുന്നു, രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു, ഈ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ BJP, പപ്പു എന്ന് വിളിച്ച് കളിയാക്കും പോലെ, അങ്ങനെ ഒരു തമാശ രൂപേണ പരിഹസിച്ച് ഒതുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല പ്രിയങ്ക ഗാന്ധിയും. രാഹുലിനേക്കാൾ കരുത്തുള്ള ജനകീയയായ അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരോടൊപ്പം നിന്ന് കൃത്യമായി തന്നെ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തെ എതിർക്കാൻ പറ്റിയ ഒരു എതിരാളിയായാണ് പ്രിയങ്ക ഗാന്ധി കണ്ടിരുന്നത്. മുൻപെല്ലാം അവർ തിരഞ്ഞെടുപ്പിന് വരുമ്പോഴായിരുന്നു ഈ നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചളവിനെ കുറിച്ചുള്ള ചില അവരുടെ പ്രസ്താവനയെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ അന്നലെ പ്രതീക്ഷിച്ചിരുന്നത് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിലേക്ക് വരുമ്പോൾ, പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ BJP പിടിച്ചുകെട്ടാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ പപ്പു എന്ന വിളിപ്പേരിന് സമാനമായി പിങ്കിമോൾ എന്ന വിളിപ്പേരിന് അവർ അർഹിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാരണം BJP അവരെ എതിർക്കുന്നില്ല, അവർ തന്നെ പോയി കുഴിയിൽ വീഴുകയാണ്. അതിന്റെ ആദ്യ കന്നിപ്രസംഗം ഉണ്ടായിരുന്നു. കന്നിപ്രസംഗത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പല നേതാക്കളുടെയും അന്ന് ഈ കന്നിപ്രസംഗത്തിന്റെ രാവിലെ പല മാധ്യമങ്ങൾക്ക് ഇവർ പ്രതികരണം നൽകിയിരുന്നു. ഇന്ന് വയനാട്ടിലെ MP ആണ്, വയനാട്ടിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കും, അതോടൊപ്പം തന്നെ മോദിക്കെതിരെ ആഞ്ഞടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അടി കിട്ടിയത് കോൺഗ്രസിന്റെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ആഞ്ഞടിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. മറിച്ച് അതോടൊപ്പം തന്നെ വയനാട്ടിലെ വിഷയം, അവർ വയനാട്ടിലെ MP ആണ്, MP ആയിട്ട് പോലും ആ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിരന്തരം വിവാദങ്ങളിൽ പെടുകയാണ്. എന്താണോ മുൻപ് തുടക്കത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്, സമാനമായി തന്നെ ട്രോളന്മാർക്കും അതോടൊപ്പം തന്നെ BJPക്കും എല്ലാം പരിഹസിക്കാനുള്ള ഒരു അവസരമാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വരുത്തി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ വിവാദം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത December 16 ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഇവരുടെ അമ്മൂമ്മ തന്നെ തങ്ങളുടെ കഴിവ് കൊണ്ട്, നാം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എടുത്തു പറയുന്നതും ബംഗ്ലാദേശിന്റെ രൂപീകരണമാണ്. ഇന്ത്യയെ പോലൊരു രാജ്യം ഇടപെടുന്നു, പാകിസ്ഥാനെ രണ്ടാക്കുന്നു, ബംഗ്ലാദേശ് എന്ന മറ്റൊരു രാജ്യം രൂപീകരിക്കുന്നു. ഇത്തരത്തിലുള്ള കഥയിലെ നാം കേട്ടിട്ടുള്ള വലിയ ഇസ്രയേലിനും അതോടൊപ്പം തന്നെ റഷ്യ, അമേരിക്കയുടെ എല്ലാം ഭാഗത്ത് നിന്നാണ് ഇത്തരം ഒരു ആവേശം കൊള്ളുന്ന കഥകൾ കേട്ടിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ബംഗ്ലാദേശ് രൂപീകരിച്ച് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരാമർശിക്കാതെ പാലസ്തീൻ അനുകൂലമായ ബേഗുമായി വന്ന് ഒരു കോമാളിയായി മാറിയിരിക്കുന്നു. കോമാളിയായി മാറിയെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് മറ്റൊരു ബാഗുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അനുകൂലമായ പുതിയൊരു ബാഗുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഏത് ബാഗ് ധരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണെന്നെല്ലാം രീതിയിൽ പറഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ബംഗ്ലാദേശിന് അനുകൂലമായ ഒരു ബാഗുമായി എത്തിയത്, ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ബാഗ് എഴുതിയ. ഇനി റോബർട്ട് വെദർ അവരുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനോ, ഇനി ഏതെങ്കിലും ബാഗിന്റെ ബിസിനസ് ഉണ്ടോ എന്ന് അറിയില്ല, അതിന്റെ പ്രൊമോഷൻ ആണോ
ഇപ്പോൾ നടക്കുന്നതെന്നും സംശയമാണ്. എന്തായാലും വലിയ വിമർശനമാണ് ഇവിടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അവർ ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ഇതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരിലാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. കാരണം തുടർച്ചയായി തന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലും പരാജയപ്പെടുന്നു, പ്രമുഖ നേതാക്കൾ BJP-യിലേക്ക് കളം മാറ്റുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ മുഖഛായയുമായി ഹെയർ സ്റ്റൈലുമായി ഇവരെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ ഇവരും അനാവശ്യമായി തന്നെ വിവാദങ്ങളിൽ ഏർപ്പെടുകയാണ്. ഉത്തരേന്ത്യയിലെ ആകെയുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ബാക്കി ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായി, അവിടെ പോലും പരാജയമാണ് ഉണ്ടാകുന്നത്. പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റമൊന്നും പിന്നീട് കണ്ടില്ല. അപ്പോഴാകെയുള്ളത് ഹിമാചലിലാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമാണ് നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ഉയർത്തിക്കാട്ടുന്നത്. അവർ വലിയ പ്രചരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം മുഖ്യമന്ത്രിയെ പ്രിയങ്ക ഗാന്ധി തന്നെ വിമർശിച്ചിരിക്കുന്നു. ഈ സർക്കാരിനെ കൊണ്ട് ഒന്നും കഴിയില്ലെന്ന രീതിയിലുള്ള പ്രചരണം അവിടെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിലൂടെ തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ പരാജയപ്പെടാനാണ് നിലവിൽ കോൺഗ്രസിന് സാധ്യത. അങ്ങനെ ഹിമാചലിലും അധികാരം പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. ഉത്തരേന്ത്യയിൽ ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയെല്ലാം കോൺഗ്രസ് ഈ തെറ്റിദ്ധാരണ, ഇത്തരം മണ്ടൻ തീരുമാനം കൊണ്ട് വീണ്ടും തകർന്നടിക്കാനാണ് സാധ്യത കാണുന്നത്. എന്തായാലും പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ നിരന്തരമായി തന്നെ BJP പണ്ടല്ല ദേശീയ പാർട്ടി ആയിരുന്നല്ലോ. ഉദാഹരണമായി ഭൂരിപക്ഷത്തിനെ വലിയധികം സപ്പോർട്ട് ചെയ്താണ് കോൺഗ്രസ് നിന്നു പോയത്. മറിച്ച് ചില മറ്റു പാർട്ടികൾ, ന്യൂനപക്ഷ പാർട്ടികളും കൂടെയെല്ലാം പിന്തുണയോടെയായിരുന്നു. മുസ്ലിങ്ങൾ തങ്ങളുടെ സ്വാധീനം അവിടെയെല്ലാം വർദ്ധിപ്പിച്ചിരുന്നു. ഉത്തരേന്ത്യയിലെല്ലാം വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അപ്പോഴെല്ലാം ഈ ബ്രാഹ്മണരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത്. പ്രത്യേകിച്ച് സവർണ വോട്ടുകളുടെ പിൻബലത്തിലായിരുന്നു പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിനെ സഹായിച്ചെങ്കിലും പിന്നീട് ഇടക്കാലത്ത് സോണിയാഗാന്ധിയുടെ വരവോട് തന്നെ അത് ഒരു ആന്റി ഹിന്ദുവായി ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു. പക്ഷെ ഇത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുവാനും വലിയൊരു സംഘടനാ സംവിധാനം BJP-ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആന്റി ഹിന്ദു ആക്ടിവിറ്റികൾ നടക്കുന്നതായി BJP-ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് പിന്നീട് വലിയ വിജയം ഉണ്ടായത്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇടക്കാലത്ത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പെല്ലാം വന്നപ്പോൾ രാഹുൽ ഗാന്ധി കുറിയിട്ടു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഏർപ്പാടെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും മാറി വന്നപ്പോഴായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്ന സ്ഥലത്ത്, കാരണം ഇന്ത്യയുടെ ഏറ്റവും അതിർത്തി പ്രദേശമാണ് ബംഗ്ലാദേശ്, അവിടുത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അങ്ങ് ദൂരെയുള്ള എത്രയോ രാജ്യങ്ങൾ അപ്പുറമുള്ള പാലസ്തീനിലെ ഹമാസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരു ബാഗുമായി രംഗത്ത് വരുന്നത്. ചിലപ്പോൾ അത് മുസ്ലിം ലീഗിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കാം ഇപ്പോൾ അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്നേഹം കൊണ്ട് ആ ബാഗ് വച്ചെങ്കിലും പണ്ട് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് വയനാട്ടിൽ പച്ചക്കൊടി പറത്തുമ്പോൾ പരാജയപ്പെടുന്നത് ഉത്തരേന്ത്യയിലാണ്. അതോടൊപ്പം തന്നെ വയനാട്ടിലെ MP ആ ബാഗുമായി നടക്കുമ്പോൾ ദയനീയമായ പരാജയം സംഭവിക്കാൻ പോകുന്നത് അത് ഉത്തർപ്രദേശിലെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലായിരിക്കും ഇതിന്റെ ആദ്യത്തെ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുക.